വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനം. യോഹന്നാൻ 1:14. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 1:14 വചനം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ വചനത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, വചനം മാംസമായി. 2, നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പം എന്താണ് വചനം? വചനം എന്ന് വെച്ചാൽ നമുക്കറിയാം, വചനം എന്ന് വെച്ചാൽ ദൈവമാണ്. ദൈവം മാംസമായി എന്ന് വെച്ചാൽ ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ, മനുഷ്യരുടെ ഇടയിൽ വസിച്ചു. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, സഭയുടെ ആദ്യകാലങ്ങളിൽ ഒരു കൂട്ടം ആളുകൾ ഈ ഒരു വചനത്തെ മനസ്സിലാക്കിയത്, വചനം മാംസമായി എന്ന ആ വാക്യത്തെ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്: ദൈവം മനുഷ്യൻ്റെ ഒരു രൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു. ഇങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത്. ദൈവം ഒരു മനുഷ്യൻ്റെ ഒരു സാദൃശ്യത്തിൽ, അതായത് ഒരു വേഷം ധരിച്ച് മനുഷ്യനെ പോലെ കാണുമ്പോൾ മനുഷ്യനായിട്ട് തോന്നും, പക്ഷെ ആളാരാണ്? ദൈവമാണ്. ആ രീതിയിൽ ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് ആദിമസഭയിൽ ഒരു കൂട്ടം ആളുകൾ അന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു പോന്നു. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ ചിന്താഗതി ഇതാണ്: യേശു ഒരു പരിപൂർണ ദൈവമാണ്. ഇതാണ് അവരുടെ ഒരു വിശ്വാസം. ആ കൂട്ടരുടെ വിശ്വാസം അതാണ്. യേശു ഒരു പരിപൂർണ ദൈവമാണ്. എന്നാൽ യേശു പരിപൂർണ മനുഷ്യനാണോ? അല്ല. ഇങ്ങനെയായിരുന്നു ആ കൂട്ടരുടെ ഒരു വിശ്വാസം. അത് തെറ്റായ വിശ്വാസമാണ് കേട്ടോ. അത് പാഷാണ്ഡതയാണ്, ഹെരസിയാണ്. എന്താണ് കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്നത്? എന്താണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്? വചനം പഠിപ്പിക്കുന്നത് ഇതാണ്: ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ നമ്മുടെ ഇടയിൽ വസിക്കുകയാണ്. ദൈവം മനുഷ്യനായി. അതുകൊണ്ടല്ലേ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുചൊല്ലുക, പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി. ഇത് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. യേശു ആരാണ്? യേശു പരിപൂർണ ദൈവമാണ്, ഒപ്പം തന്നെ പരിപൂർണ മനുഷ്യനാണ്. ഇന്ന് നമുക്കും പറ്റുന്നുണ്ട് ഈ തെറ്റ്. ഇന്ന് പലരുടെയും സംസാരിക്കുമ്പോൾ മനസ്സിലാവാം, പലരും അന്നത്തെ ആദിമ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ ഗ്രൂപ്പിലെ ആൾക്കാരെ പോലെ പലരും യേശു പരിപൂർണ ദൈവമാണെന്ന് മാത്രം വിശ്വസിക്കുന്ന വ്യക്തികളാണ്. കത്തോലിക്ക സഭയിൽ അംഗങ്ങൾ തന്നെ പലർക്കും യേശു ഒരു പരിപൂർണ മനുഷ്യനാണെന്നുള്ള വലിയ സത്യം പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളിലും തെറ്റുപറ്റുകയാണ്. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു വിഷമം വരുമ്പോൾ അതിന് യേശുവിലേക്ക് നോക്കി ആശ്വാസം കണ്ടെത്താൻ, അല്ലെങ്കിൽ ഈ കുരിശിലേക്ക് നോക്കി ആശ്വാസം കണ്ടെത്താൻ പലർക്കും സാധിക്കുന്നില്ല. കാരണം എന്താണ്? പലരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: യേശു ദൈവമാണ്. ഇന്നാൾ ഒത്തിരിയേറെ വിഷമത്തിലൂടെ കടന്നു പോകുന്നൊരു മകള് വന്നു. അപ്പോൾ ആ മകളെ ആശ്വസിപ്പിക്കാനായിട്ട് ഈശോയുടെ സഹനത്തെപ്പറ്റിയും ഈശോയുടെ ക്ഷമയെ പറ്റിയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ, മോളെ ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കി, ഈശോ സഹിച്ചതുപോലെ പരാതി കൂടാതെ സഹിക്കാനൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ ആ മകളെന്നോട് എടുത്തു വയ്ക്കി പറഞ്ഞതാണ്: അച്ഛാ, യേശുവിന് അതൊക്കെ പറ്റും, യേശുവിന് ക്ഷമിക്കാൻ പറ്റും. കാരണം എന്താണ്? യേശു ദൈവമാണ്. യേശുവിന് സഹിക്കാൻ പറ്റും പരാതി കൂടാതെ. കാരണം എന്താണ്? യേശു ദൈവമാണ്. യേശുവിന് വിശുദ്ധി ജീവിക്കാൻ പറ്റും. കാരണം എന്താണ്? യേശു ദൈവമാണ്. യേശുവിന് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും. കാരണം എന്താണ്? യേശു ദൈവമാണ്. യേശുവിന് അങ്ങനത്തെ പ്രലോഭനങ്ങളുണ്ടാകും. കാരണം എന്താണ്? യേശു ദൈവമാണ്. ഈ മകളുടെ ഒരു ചിന്താഗതിയാണ്. അവളെ സംബന്ധിച്ച് യേശു ദൈവം മാത്രമാണ്. ദൈവത്തിനെല്ലാം സാധിക്കും, നമുക്ക് സാധിക്കില്ല. കാരണം എന്താണ്? നമ്മൾ ബലഹീനരായ വെറും മനുഷ്യരാണ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ തെറ്റായ ധാരണ മാറ്റുക. ഇതാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഒരു കൂട്ടം ഇങ്ങനെ ആളുകൾ തെറ്റായ അബദ്ധ സിദ്ധാന്തങ്ങൾ പഠിപ്പിച്ചു.
ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ഡൊസറ്റിസിസം എന്നാണ് വിളിക്കുക. ഡൊസറ്റിസിസം അതൊരു ഹെരസിയാണ്, പാഷാണ്ഡത എന്നൊക്കെ നമ്മൾ പറയില്ലേ. സഭയുടെ പ്രബോധനത്തിന് തെറ്റായൊരു പ്രബോധനം എന്താണ്? യേശു ഒരു പരിപൂർണ ദൈവം മാത്രമാണെന്നുള്ള പ്രബോധനം. അപ്പോൾ അവർ പഠിപ്പിച്ചത് എങ്ങനെയാണ്? യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എങ്ങനെയാണ്? ഒരു നാടക നടൻ്റെ പോലെയാണ്. ഒരു നാടക നടൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഒരു നാടക നടൻ ഒരു പോലീസിൻ്റെ വേഷം ഇട്ട് വരികയാണ്. അദ്ദേഹം പോലീസാണോ? അല്ല, പോലീസിൻ്റെ വേഷം ഇട്ടിരിക്കുകയാണ്. ഈ നാടക നടൻ ഒരു മരിക്കണ പോലെ കാണിക്കുകയാണ്. അദ്ദേഹം മരിക്കുന്നുണ്ടോ? ഇല്ല, മരിക്കണ പോലെ അഭിനയിക്കുകയാണ്. ഒരു നാടക നടൻ ഈ നാടകത്തിൽ വേദനിക്കുന്ന പോലെ, ഇങ്ങനെ കുരിശ് കിടന്ന് വേദനിക്കുന്ന പോലെ കാണിക്കുകയാണ്. മനോവേദന അനുഭവിക്കുന്ന പോലെയൊക്കെ കാണിക്കുകയാണ്. അദ്ദേഹത്തിന് മനോവേദനയുണ്ടോ? ഇല്ല. ശാരീരിക വേദനയുണ്ടോ? ഇല്ല. എല്ലാം അഭിനയമാണ്. ഇതുപോലെയാണത്രേ യേശു ഈ ഭൂമിയിൽ ചെയ്തത്. ഒരു മനുഷ്യൻ്റെ വേഷം ധരിച്ച് ഒരു നാടക നടൻ ഒരു കഥാപാത്രത്തിൻ്റെ വേഷം ധരിച്ച് നാടകത്തിൽ അവതരിക്കുന്നത് പോലെ അങ്ങനെയാണ് യേശു ഒരു മനുഷ്യൻ്റെ ഒരു വേഷം. പുറമേക്ക് മനുഷ്യനെ പോലെ തോന്നും, അങ്ങനെ വന്നു. പക്ഷെ ആൾ ദൈവമാണ്. എന്നിട്ട് കാട്ടിക്കൂട്ടിയതും ഈ മരിച്ചിട്ടില്ല, പക്ഷെ മരിക്കണ പോലെ കാണിച്ചു. വേദനിക്കുന്നില്ല, പക്ഷെ വേദനിക്കണ പോലെ കാണിച്ചു. ഇങ്ങനെ പ്രലോഭനമൊന്നുമില്ല, പക്ഷെ പ്രലോഭനമുള്ള പോലെ കാണിച്ചു. ഇങ്ങനെ അവനൊരു എല്ലാം ഇതൊരു എന്താ പറയുക നാടകമായിരുന്നു എന്നാണ് ഈ കൂട്ടർ പറയുക. യേശുവിന് അങ്ങനത്തെ പ്രലോഭനോ അസ്വസ്ഥതയോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം യേശു ഒരു പരിപൂർണ ദൈവമാണ്. ഈ ഒരു അബദ്ധ സിദ്ധാന്തമാണ് ഈ ആദിമസഭയിൽ കുറച്ച് പേര് പഠിപ്പിച്ചത്. അങ്ങനെ ഈ തെറ്റായ പ്രബോധനം കണ്ടപ്പോൾ അതിനെതിരെ ഒരു വ്യക്തി പ്രതികരിച്ചു. ആ വ്യക്തിയുടെ പേരാണ് വിശുദ്ധ യോഹന്നാൻ. ആ യോഹന്നാൻ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചത്. യോഹന്നാൻ 1:14 വചനം മാംസമായി. അവൻ പരിപൂർണ ദൈവമാണ് പ്ലസ് പരിപൂർണ മനുഷ്യനാണ്. അതാണ് പറയുക 1 യോഹന്നാൻ 4:1-2 തിരുവചനം അച്ഛൻ വായിക്കാം. അത് ഈ പാഷാണ്ടികൾക്കെതിരെ ഈ യോഹന്നാൻ എഴുതിയ ഒരു ലെറ്ററാണ്. ഇത് വചനം വായിക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ, അതായത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുക? ദേ കേൾക്കാം. യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്ന് അല്ല. ഹല്ലേലൂയാ. സത്യാത്മാവിനെ തിരിച്ചറിയുക എന്ന വിവേചിച്ചറിയുക എന്നുള്ള ഹെഡിങ്ങിൽ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് മനസ്സിലാക്കുക? പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത, പരിശുദ്ധാത്മാവ് നമ്മോട് പറയും യേശു പരിപൂർണ ദൈവമാണ്, ഒപ്പം തന്നെ പരിപൂർണ പച്ചയായൊരു മനുഷ്യനാണ്. മനസ്സിലായോ? ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാം. യേശു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. യേശു പരിപൂർണ ദൈവം മാത്രമാണെന്ന് പറയുന്ന ആത്മാവ് അത് പരിശുദ്ധാത്മാവല്ല എന്ന് വിശുദ്ധ യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ടല്ലേ വീണ്ടും യോഹന്നാൻ്റെ 2-ാം ലേഖനം, 2 യോഹന്നാൻ 7-ാം തിരുവചനം, വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യേശുക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണവർ. ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും അന്തിക്രിസ്തുവും. കണ്ടോ, വളരെയധികം വഞ്ചക ഈ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്താ വഞ്ചകരുടെ പ്രത്യേകത? യേശുക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്ത വ്യക്തികളാണ് ഇത്തരത്തിലുള്ള ആളുകൾ. അവരാണ് അന്തിക്രിസ്തുവും വഞ്ചകരും. ഹല്ലേലൂയ. കണ്ടോ, അപ്പോൾ യേശു ആരാണ്? യേശു പരിപൂർണ ദൈവമാണ് പ്ലസ് പരിപൂർണ മനുഷ്യനാണ്. അതുകൊണ്ടല്ലേ നമുക്ക് കാണാം ഈ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 28-ാം തിരുവചനം ഈശോ പറയുന്നുണ്ട്, എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. ഈശോ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ മനസ്സിലാക്കുക, നമ്മെപ്പോലെ ഒരു പച്ചയായ മനുഷ്യനാണ് ഈ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ. നമ്മെപ്പോലെ എല്ലാ വിചാരങ്ങളും എല്ലാ വിഷമങ്ങളും നമ്മെപ്പോലെ മനസ്സും ശരീരവും ആത്മാവും ഈശോയ്ക്കുണ്ട്. നമ്മെപ്പോലെ ബോധമനസ്സും അബോധ മനസ്സും ഉപബോധ മനസ്സും ഈശോയ്ക്കുണ്ടായിരുന്നു.
നമ്മെപ്പോലെ വിഷമവും ദുഃഖവും വേദനയും സങ്കടവും ചിരിയും കളിയും അല്ലെങ്കിൽ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും തകർച്ചകളും അല്ലെങ്കിൽ അസ്വസ്ഥതകളും സങ്കടങ്ങളും വിശപ്പും ദാഹവും ഉറക്കവും ക്ഷീണവും എല്ലാം നമ്മെപ്പോലെ നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ, പാപപ്രലോഭനങ്ങളും ലൈംഗിക പ്രലോഭനങ്ങളും എല്ലാം യേശുവിനുണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനാണ്. അതുകൊണ്ടല്ലേ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 2-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്. ഹെബ്രായർ 2:18, അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. അതല്ല വീണ്ടും വചനം പറയുക. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 4-ാം അധ്യായം 15-ാം തിരുവചനം 15-16 തിരുവചനത്തിൽ നമ്മൾ പഠിപ്പിക്കുകയാണ്, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. ആര്? ഇവൻ. നമ്മെ പോലെ തന്നെ പാപം ചെയ്തിട്ടില്ല, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് ഇവൻ. എന്നിട്ട് വചനം പറയാണ്, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കാനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. ഹല്ലേലൂയ. അപ്പം നമ്മെ പോലെ തന്നെ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, ഈ വിശുദ്ധ കുർബാനയേക്കാൾ അച്ഛന് ഒരു ധ്യാനത്തിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് വെച്ചാൽ ഈ കുരിശാണ്. കുരിശ് ഞാൻ എവിടെയും പ്രസംഗിക്കുന്ന ഒരു കാര്യം, എൻ്റെ അനുഭവമാണ് പേഴ്സണലായിട്ട്. ഈ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി ഇരിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസത്തേക്കാൾ പലപ്പോഴും എനിക്ക് ആശ്വാസം ഈ കുരിശിലേക്ക് നോക്കുമ്പോൾ കിട്ടാറുണ്ട്. അതുകൊണ്ടല്ലേ വിശുദ്ധരുടെയൊക്കെ കയ്യിൽ കണ്ടിട്ടില്ലേ കുരിശ്, ഒരു കുരിശ് രൂപം കാണാം അല്ലേ? നമ്മുടെ എല്ലാവരുടെയൊക്കെ വീട്ടിലും കയ്യിലൊക്കെ ഒരു കുരിശ് രൂപം ഉണ്ടാകും. ക്രൂശിതനായി ഈശോയുള്ള ഒരു രൂപം ഉണ്ടായിരിക്കണം. ക്രൂശിപ്പിക്കട്ടെ ഈശോൻ്റെ ഒരു രൂപം, ഒരു ക്രൂശിത രൂപം എപ്പോഴും കൈവശം ഉണ്ടായിരിക്കണം. എന്തെങ്കിലും വിഷമ വേദന പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഈശോയിലേക്ക് നോക്കുക, കുരിശിലേക്ക് നോക്കുക. അവിടെ നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കാണാൻ സാധിക്കും. കാരണം അതെങ്ങനെയാണ് നോക്കണ്ടേ? ഇവൻ പരിപൂർണ്ണ ദൈവമാണെന്നുള്ള ബോധത്തോടെ അല്ല നോക്കേണ്ടത്. ഇവൻ ഒരു പച്ചയായ പരിപൂർണ്ണ എന്നെ പോലെയുള്ളൊരു സാധാരണ ഒരു മനുഷ്യനാണ്. ഈ ഒരു അനുഭവത്തിൽ ഈ കുരിശിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ വിഷമങ്ങൾക്കും വേദനകൾക്കും ഇവിടെ ഉത്തരം കിട്ടും. നിനക്ക് തലവേദനയുണ്ടോ? ഈശോയിലേക്ക് നോക്കുക, ഈശോയുടെ തലയ്ക്ക് വേദനയേറ്റിട്ടുണ്ട്. നിൻ്റെ കാലുവേദനയുണ്ടോ? ഈശോയുടെ കാലിന് വേദനയേറ്റിട്ടുണ്ട്. നിനക്ക് മുട്ടുവേദനയുണ്ടോ? മുട്ടിന് വേദനയേറ്റിട്ടുണ്ട്. വയറുവേദനയുണ്ട്, ഈശോയുടെ വയറിന് വേദനയുണ്ട്. ഈശോയ്ക്ക് നിൻ്റെ ഇനി മാനസിക വേദനകളാണോ? മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയത്, കളിയാക്കിയത്, ഒറ്റപ്പെടുത്തിയത്, ഇങ്ങനെ ടാറടിച്ചത്, ഇങ്ങനെ നിന്ദിച്ചത്, പരിഹരിച്ചത്, അവഗണിച്ചത്, ഇങ്ങനെയുള്ളതിൻ്റെ വിഷമങ്ങളാണോ? അതും ഈശോയിലേക്ക് നോക്കിക്കേ. എല്ലാം നിൻ്റെ എല്ലാ വിഷമങ്ങളും, സ്നേഹിതനാ വഞ്ചിക്കപ്പെട്ട അനുഭവം നിനക്കുണ്ടായിട്ടുണ്ടോ? ഈ വ്യക്തിയിലേക്ക് നോക്കിക്കോ. എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഈ കുരിശിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ? ഹല്ലേലൂയ. അതെങ്ങനെ നോക്കണം? യേശു ഒരു പരിപൂർണ മനുഷ്യനാണെന്നുള്ള ബോധ്യത്തോടെ നോക്കുക. നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലേ? ഈശോയിലേക്ക് നോക്കുക. ഈ പരിപൂർണമായ മനുഷ്യൻ ക്ഷമിച്ചില്ലേ? ഈശോ സഹിച്ചില്ലേ? എങ്ങനെ പരാതി കൂടാതെ സഹിക്കാൻ പറ്റും? യേശുവിലേക്ക് നോക്കി. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്, എന്നിട്ട് അവൻ പരാതി കൂടാതെ സഹിച്ചില്ലേ? കണ്ടോ? എളിമപ്പെട്ടില്ലേ? ഒരു പരിപൂർണ മനുഷ്യനല്ലേ, എന്നിട്ട് എളിമപ്പെടാൻ അദ്ദേഹത്തിന് പറ്റിയില്ലേ? അതുകൊണ്ടല്ലേ വിശുദ്ധരൊക്കെ കുരിശിനെ നോക്കി ധ്യാനിക്കുന്ന വിശുദ്ധ കണ്ടില്ലേ? വിശുദ്ധ അൽഫോൺസമ്മ കയ്യിലൊരു കുരിശ് കാണാം, വിശുദ്ധ എബ്രാസ്യമ്മ കയ്യിലൊരു കുരിശ് കാണാം, വിശുദ്ധ കൊച്ചുറേസ്യ കയ്യിലൊരു കുരിശ് കാണാം, വിശുദ്ധ കുരിശിൻ്റെ യോഹന്ന കയ്യിലൊരു കുരിശ് കാണാം, വിശുദ്ധ ഫ്രാൻസിസ് അസീസി കയ്യിലൊരു കുരിശ് കാണാം. എല്ലാ വിശുദ്ധരുടെ കയ്യിലൊരു കുരിശ് മിക്കവാറും വിശുദ്ധരുടെ കയ്യിൽ കാണാം. അവർ കുരിശിനെ നോക്കി ധ്യാനിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കുരിശിലേക്ക് നോക്കിയ ഉത്തരമുണ്ട്. അതെങ്ങനെ നോക്കണം? ഇവൻ പരിപൂർണ്ണ മനുഷ്യൻ, ഇവനെല്ലാം സാധിക്കും, എനിക്കിതൊന്നും പറ്റില്ല, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അതുകൊണ്ടല്ല പറയുക, നമ്മൾ ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായം 23-ാം തിരുവചനം, ജെറമിയ 13:23 അവിടെ വചനം പഠിപ്പിക്കുകയാണ്, എത്യോപ്യക്കാരന് തൻ്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയോ മാറ്റാനാകുമോ? എങ്കിൽ തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യാൻ സാധിക്കും. എത്യോപ്യക്കാരന് തൻ്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയോ മാറ്റാനാവുമോ? എന്നാൽ തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യാൻ പറ്റും എന്ന് പറയുക. കാരണം യേശുക്രിസ്തുവിനും പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കും പറ്റും. നമ്മൾ പരിശ്രമിക്കണം. യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കി ധ്യാനിക്കണം. കണ്ടോ? അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കും.
അവൻ നമ്മെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. എഴുതപ്പെട്ട ലേഖനത്തിൽ നമ്മൾ വായിച്ചതല്ലേ, നമ്മെ പോലെ തന്നെ പാപമൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. കണ്ടോ? അതുകൊണ്ട് ഒരു പരീക്ഷണം വരുമ്പോൾ നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. ഒരു പരീക്ഷണം നമുക്ക് വരുമ്പോൾ നമ്മൾ ആരെയും സമീപിക്കേണ്ടത്? കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. അവന് സാധിക്കും. അതുകൊണ്ടല്ലേ ഒരിക്കൽ ഒരു പയ്യൻ, വളരെ ക്ഷീണിതനായ അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത ഒരു പയ്യൻ സെമിനാരിൽ ചേരാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു കപ്പുച്ചിൻ ആശ്രമത്തിലേക്ക് ചെല്ലുകയാണ്. ആ ആശ്രമത്തിൻ്റെ ബെല്ലടിച്ചപ്പോൾ ആ കപ്പുച്ചിൻ അച്ഛൻ, അവിടുത്തെ ആശ്രമ അധിപൻ വന്നു. അദ്ദേഹം ചോദിച്ചു, എന്തിനാ വന്നിരിക്കുന്ന മോനെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് സെമിനാരിൽ ചേർന്ന് ഒരു കപ്പുച്ചിൻ അച്ഛനാവണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ അടിമുടി നോക്കിയപ്പോൾ ഇവൻ്റെ ആരോഗ്യമൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി അത് ഇവനെ സെമിനാരിൽ എടുക്കാൻ പറ്റില്ല, കാരണം ഇവന് ആരോഗ്യമില്ല. അതുപോലെ എല്ലും തോലായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ഈ ആശ്രമാധിപൻ പറഞ്ഞു, മോനെ നിൻ്റെ ആഗ്രഹം എനിക്ക് മനസ്സിലാവുന്നു, പക്ഷെ നിനക്ക് ഈ ഒരു കപ്പുച്ചിൻ അച്ഛനാവാനുള്ള യോഗ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം വേറെ ഒന്നല്ല, നിനക്ക് അതിനുള്ള ആരോഗ്യമില്ല. ഈ ആശ്രമത്തിനുള്ള കഠിനമായ തപശ്ചര്യകളും ഉപവാസാനുഷ്ഠാനങ്ങളും അങ്ങനെ ഈശോയുടെ പീഡാനുഭവത്തെ പറ്റിയുള്ള ധ്യാനങ്ങളും അതുപോലുള്ള പാപപരിഹാര പ്രവൃത്തികളും ത്യാഗങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. അത് നിനക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അതിനുള്ള ആരോഗ്യം പോലും നിനക്കില്ല. ഇങ്ങനെ ഇദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ ഈ ആശ്രമ അധിപൻ വൈദികനോട് ഈ പാവപ്പെട്ട ഈ പയ്യൻ ചോദിച്ചു, അച്ഛാ ഇവിടെ ക്രൂശിത രൂപമുണ്ടോ? ഈ ആശ്രമത്തിൽ ക്രൂശിത രൂപമുണ്ടോ? അപ്പോൾ ആശ്രമാധിപൻ അല്പം ഞെട്ടിക്കൊണ്ട് പറഞ്ഞു, ഇത് കളിയാക്കണ പോലെ ഒരു ചോദ്യം, ഇവിടെ ക്രൂശിത രൂപമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇവിടെ ക്രൂശിത രൂപമുണ്ട്, എല്ലാ ചമാൻ്റെ റൂമിലും ഓരോ ക്രൂശിത രൂപം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞു, ഈ പയ്യൻ പറഞ്ഞു, അച്ഛാ എനിക്ക് അച്ഛൻ ഒരു ക്രൂശിത രൂപം തന്നാൽ മതി. ഈ ആശ്രമത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഉപവാസവും എല്ലാ പരിത്യാഗ പ്രവൃത്തികളും എല്ലാ സഹനവും ഞാൻ അത് സഹിക്കാൻ, എനിക്ക് സന്തോഷമായിട്ട് സഹിക്കാൻ പറ്റും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. കണ്ടോ? ഈ ആശ്രമാധിപൻ ഞെട്ടിപ്പോയി. ഇവൻ്റെ തീക്ഷ്ണതയും ഇവൻ്റെ ആ ഒരു ഭക്തിയും ധൈര്യവും കണ്ടപ്പോൾ ഇവനെ സെമിനാരിയിലെടുത്തു. പിന്നീട് ഈ മകൻ അച്ഛനായി, പിന്നീട് അവിടെ ആ സഭയുടെ സന്യാസ സഭയുടെ ജനറലായി, പിന്നീട് വിശുദ്ധനായി, ഇന്ന് വേദപാരംഗതനാണ്. അതാണ് വിശുദ്ധ ലോറൻസ്. ഡോക്ടർ ഓഫ് ദി ചർച്ചാണ് വിശുദ്ധ ലോറൻസ്. തിരുസഭയിലെ വിശുദ്ധ ലോറൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഈ മനുഷ്യനാണ്. ഒരു കുരിശ് രൂപം എനിക്ക് തന്നാൽ മതി, ഈ ജീവിതത്തിലെ എല്ലാ സഹനവും ഞാൻ സഹിച്ചുകൊണ്ട്. അതെന്താണ് വിശുദ്ധ ലോറൻസിന് അതിന് സാധിച്ചത്? ഇത് പരിപൂർണ ദൈവമാണെന്ന് കരുതിയിട്ടാണ് അദ്ദേഹം നോക്കുന്നത്? അല്ല, ഇതൊരു പരിപൂർണ മനുഷ്യനും കൂടിയാണ്. പരിപൂർണ ദൈവമാണ്, പരിപൂർണ മനുഷ്യനാണ്. എത്യോപ്യക്കാരന് തൻ്റെ തൊലിയോ പുള്ളിപ്പിലിക്ക് തൻ്റെ പുള്ളിയോ മാറ്റാനാവുമോ? എന്നാൽ തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യാൻ പറ്റും. ഉണ്ടോ? പറ്റും. അത് വിശ്വസിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം, അതിന് കുരിശിനെ നോക്കി ധ്യാനിക്കണം. ക്ഷമിക്കാൻ പറ്റുമോ? പറ്റും. എന്താ പറ്റില്ല എന്ന് പറയുന്നത്? അത് പറ്റും. ഈശോയെ നോക്കി ധ്യാനിക്കുക, കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കുക, പ്രത്യാശയോടെ ഇതിലേക്ക് നോക്കി ധ്യാനിക്കുക. സഹിക്കാൻ പറ്റുമോ? പറ്റും. ഈശോയിലേക്ക് നോക്കുക. ആ തെറ്റായ ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റുമോ? പറ്റും. ഈശോയിലേക്ക് നോക്കുക. നിൻ്റെ ഈ പാപജീവിതം ഉപേക്ഷിക്കാൻ പറ്റുമോ? പറ്റും. ഈ കുരിശിലേക്ക് നോക്കുക. നിനക്ക് എളിമപ്പെടാൻ പറ്റുമോ? പറ്റും. ഈശോയെ ഈ കുരിശിലേക്ക് നോക്കുക. നിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം ഈ കുരിശ് രൂപത്തിലുണ്ട്. കുരിശിലേക്ക് അതാണ് പറയുക യോഹന്നാൻ 1:14, വചനം മാംസമായി ഒരു പരിപൂർണ മനുഷ്യനായി നമ്മെപ്പോലെ എല്ലാ വിചാരങ്ങളും പ്രലോഭനങ്ങളും പാപപ്രലോഭനങ്ങളും ഒക്കെയുള്ള മനുഷ്യനാണ് ആയിരുന്നു യേശു. എന്നിട്ടും അവൻ പാപമൊഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളിലും, കണ്ടോ, പാപമൊഴിച്ച്. ആ വചനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇതാണ്, നമ്മുടെ ഇടയിൽ വസിച്ചു. എവിടെയാണ് വസിച്ചത്? പരിപൂർണ മനുഷ്യനായിട്ട് എവിടെ വസിച്ചു? നമ്മുടെ ഇടയിൽ വസിച്ചു. ഏതാണ് ഈ നമ്മുടെ ഇടയെന്ന് പറയുമ്പോൾ ആരാണ് നമ്മൾ പരിപൂർണ പാപികളാണ്. നമ്മളെല്ലാവരും പാപികൾ. അതല്ലേ കൊരിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നില്ലേ, എല്ലാവരും പാപികളാണ്. നീതിമാനായിട്ട് ആരുമില്ല, ഒരുവൻ പോലും ഇല്ല. എല്ലാവരും ഒന്നടങ്കം വഴി തെറ്റിപ്പോയി. ഈ പാപികളുടെ ഇടയിലാണ് ഈ പരമപരിശുദ്ധനായ യേശു എല്ലാ തരത്തിലുള്ള ബലഹീനതയോടുകൂടെ ഒരു പരിപൂർണ മനുഷ്യനായി വന്ന് ജനിക്കുക. നമ്മെപ്പോലെ തന്നെയായിരുന്നു യേശുവിൻ്റെ ജനനം, നമ്മെപ്പോലെ തന്നെയായിരുന്നു യേശുവിൻ്റെ ശാരീരിക വളർച്ച, നമ്മെപ്പോലെ തന്നെയാണ് യേശുവിൻ്റെ മനസ്സ് രൂപപ്പെട്ടത്, നമ്മെപ്പോലെ തന്നെയാണ് അവൻ്റെ അവൻ്റെ മെച്യൂരിറ്റി, എല്ലാം നമ്മെപ്പോലെ തന്നെയായിരുന്നു. ഒരു തരത്തിലുള്ള അത്ഭുതങ്ങൾ അതിലില്ല. ഒരു പരിപൂർണ മനുഷ്യൻ, നമ്മെപ്പോലെ ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ പരിപൂർണ ദൈവം, പരിപൂർണ മനുഷ്യൻ. ഹല്ലേലൂയ. ഉണ്ടോ?
എന്നിട്ട് എവിടെ വന്ന് വസിച്ചു? പാപികളുടെ കൂടെ. പാപികളുടെ പ്രത്യേകത നമുക്കറിയാം. നമ്മൾ ഈ പാപികളുടെ കൂടെ നടന്നു, പാപികളുടെ കൂടെ കിടന്നു, പാപികളോടൊപ്പം ഭക്ഷണം കഴിച്ചു, പാപികളോട് സംസാരിച്ചു, പാപികളോട് കൂട്ടുകൂടി, അങ്ങനെ പാപികളിൽ ഒരുവനായി അദ്ദേഹം ജീവിക്കുകയാണ്. പക്ഷേ ദേ വചനം വീണ്ടും ഓർക്കുക, ഹെബ്രായ 4:15-16, പാപമൊഴിച്ച്, പാപികളുടെ കൂടെയാണെങ്കിലും പാപമൊഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മോട് സമനായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, ഈ വചനം നമുക്ക് തരുന്ന വലിയൊരു സന്ദേശത്താണ്. ലോകത്തിലാണെങ്കിലും പാപികളുടെ ഇടയിലാണെങ്കിലും ലോകത്തിൻ്റേതല്ലാത്ത ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റണം. പാപികളുടെ ഇടയിലാണെങ്കിലും ഈ ലോകത്തിൻ്റെ ഇടയിലാണെങ്കിലും ലോകത്തിൻ്റേതാണെങ്കിലും ലോകത്തിൻ്റേതല്ലാത്തൊരു ജീവിതം നയിക്കുക. അതല്ലേ ഈശോ പറഞ്ഞത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ, യോഹന്നാൻ 17:14 യേശുവിൻ്റെ പ്രാർത്ഥനയുണ്ട്. യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിതാവിൻ്റെ മുമ്പിൽ. എന്ത് പണ്ട പ്രാർത്ഥിച്ചേ? പിതാവായ ദൈവമേ, അല്ലെങ്കിൽ പിതാവേ, ഈ ശിഷ്യന്മാരെയൊക്കെ പാപം ചെയ്യാതിരിക്കുക എല്ലാവരെയും ലോകത്തിൽ നിന്ന് എടുക്കണമേ, അങ്ങനെയാണോ പ്രാർത്ഥിച്ചത്? അല്ല. യേശു പറഞ്ഞു പിതാവിനോട്, പിതാവെ, ഞാൻ പ്രാർത്ഥിക്കുന്നത് ലോകത്തിൽ നിന്ന് അവരെ എടുക്കണം എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദേ വചനം പറയുകയാണ്, യോഹന്നാൻ 17:14, അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു, എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു. എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കണ്ടോ യേശുവിൻ്റെ പ്രാർത്ഥന നോക്കിയേ. ലോകത്തിൽ നിന്ന് അവരെ എടുക്കണം എന്നല്ല, ശിഷ്യന്മാരെ എടുക്കണം എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് പിതാവേ, മറിച്ചെന്താ? ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണം. ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റേതല്ലാത്തൊരു ജീവിതം നയിക്കാൻ പറ്റണം. അന്ധകാരത്തിലാണെങ്കിലും ഒരു പ്രകാശത്തിൻ്റെ ജീവിതം നയിക്കാൻ, പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യത്തിലാണെങ്കിലും വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. വഴി പിഴച്ചതും വക്രതയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും കുറ്റമറ്റ ദൈവമക്കളാകാൻ നമുക്ക് സാധിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം എന്താ? യേശുവിനത് സാധിച്ചിട്ടുണ്ട്. യേശു ഒരു പരിപൂർണ്ണ മനുഷ്യനായിരുന്നില്ലേ? യെശയ്യാ പ്രവാചകൻ പറഞ്ഞില്ലേ, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവൻ്റെ മധ്യവസിക്കുന്നവനുമാണ്. എന്നിട്ടും ആ യെശയ്യാ പ്രവാചകൻ വിശുദ്ധനായി ജീവിച്ചില്ലേ? നമ്മുടെ ഇടയിൽ ജീവിച്ച് മരിച്ചുപോയ ഓരോ വിശുദ്ധരും ഈ പാപികളുടെ ഇടയിൽ ജീവിച്ച് വിശുദ്ധരായി കടന്നുപോയവരല്ലേ? അതുകൊണ്ടല്ലേ ദേ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാം തിരുവചനം, ഫിലിപ്പി 2:13, തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ആരാണ്? ദൈവമാണ്. തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് അത് ദൈവമാണ്. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴി പിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവരുടെ മധ്യേ നിങ്ങൾ ലോകത്തിൽ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. കണ്ടോ, വഴി പിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ നിങ്ങൾ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവരുടെ മധ്യത്തിൽ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. കണ്ടോ, കുറ്റമറ്റ ദൈവമക്കളാകുക, അന്ധകാരത്തിന് നടുവിൽ ഒരു പ്രകാശമായി തീരുക. അതല്ലേ വിശുദ്ധ മറിയം ത്രേസ്യയുടെയൊക്കെ ജീവചരിത്രം ഈ സീരിയലൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിൻ്റെ കാസറ്റ് കിട്ടിയപ്പോൾ അതിനെ വളരെയധികം സ്പർശിച്ച അവളുടെ ജീവിതത്തിലൊരു സംഭവം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ജീവിത രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മകൾ എവിടെയാണ് ജനിച്ചതും ജീവിച്ചതൊക്കെ? ഈ മകൾ ജനിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചു. അമ്മയായിരുന്നു, വളരെ സെയിൻലി ആയിട്ടൊരു അമ്മയായിരുന്നു, നല്ലൊരു സ്ത്രീയായിരുന്നു. അത് ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. പിന്നെ അപ്പനാണെങ്കിൽ മറിയം ത്രേസ്യയുടെ അപ്പൻ ഒരു കുടിയനായിരുന്നു. പിന്നെ ഒരു ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠനും കുടിയനായിരുന്നു. ജ്യേഷ്ഠൻ്റെ ഭാര്യ വളരെ ക്രൂരയായ ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് ആ വീഡിയോയിൽ മുഴുവൻ അത് ചിത്രീകരിക്കുക. ആ കുടുംബത്തിലാണ് കോൺവെൻറ്റ് തുടങ്ങണ വരെ, മഠം സ്ഥാപിക്കുന്നത് വരെ ഈ മറിയം ത്രേസ്യ താമസിച്ചത്. എവിടെ? ഈ പാപികളുടെ ഇടയിൽ. അപ്പനാണെങ്കിൽ മുഴുവൻ കുടിയൻ, ചേട്ടനാണെങ്കിൽ കുടിയനാണ്, ക്രൂരനാണ്. ചേട്ടത്തിയാണെങ്കിൽ അതുപോലെ തന്നെ ക്രൂരമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുത്തുവാക്ക് പറയുന്ന വ്യക്തിയാണ്. ഒരിക്കൽ പോലും മറിയം ത്രേസ്യയ്ക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മാനസിക പീഡനം ഉണ്ടായത് മുഴുവനും ഈ സ്വന്തം വീട്ടുകാരിൽ നിന്നാണ്. നാട്ടുകാർ അവളെ സ്നേഹിച്ചു, അവളെ സ്നേഹിച്ചു, അവളുടെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വന്നു, അവളെ അപ്രീഷിയേറ്റ് ചെയ്ത് എല്ലാം ചെയ്തെങ്കിലും വീട്ടുകാർ, സ്വന്തക്കാർ അവളെ കുറ്റപ്പെടുത്തി, കളിയാക്കി, ഇവളെ അവഗണിച്ചു, ഇവളെ പറ്റി ഇല്ലാതെ പറഞ്ഞു വരുത്തി. ഇതൊക്കെയാണ് വീട്ടുകാർ ചെയ്യുക. ഇവൾക്ക് ഏറ്റവും കൂടുതൽ അപമാനം ഉണ്ടാകുന്നത് വീട്ടിൽ നിന്നാണ്. കണ്ടോ, എപ്പോഴെങ്കിലും ഈ മകള് ഈ വീട്ടുകാരോട് തല്ലുകൂടെ, ചീത്ത പറയേ, മറുതലിച്ച് സംസാരിക്കുകയെ, എന്തെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. കണ്ടോ, പാപികളുടെ ഇടയിലാണെങ്കിലും ഈ മകള് ഒരു കുറ്റമറ്റ ദൈവമകളായി ജീവിക്കുകയാണ്. കണ്ടോ,
സാഹചര്യം അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളായിരിക്കുന്ന വീട്, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സ്ഥലം, ജോലി സ്ഥലം, കമ്മ്യൂണിറ്റി, ചുറ്റുവട്ടം നിറയെ പാപത്തിൻ്റെ സാഹചര്യമായിരിക്കാം. നാളൊരു മകൻ പറഞ്ഞത്, ഗൾഫിൽ നിന്ന് വന്നൊരു മകൻ, അവൻ കല്യാണത്തിന് ഒരുക്കായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ആ മകൻ പറയാ, അച്ഛാ ഞാനിങ്ങനെ കല്യാണം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഒരു സാധു മനുഷ്യനാണ്, വളരെ കൊച്ചു ജോലി, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുക. അപ്പം അവരിങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു ഡോർമെറ്ററി പോലെയാണ്, 3-4 പേര് ഒരുമിച്ച്, അല്ലെങ്കിൽ 5-6 പേരൊക്കെ ഒരുമിച്ച് ഒരു ഹാളിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ ഈവനിങ് ആകുമ്പോൾ മിക്ക ദിവസവും എല്ലാവരും ഇങ്ങനെ മദ്യപിക്കാനും ബീർ കുടിക്കാനും പോകും. മിക്കവാറും എല്ലാവരും തന്നെ വ്യഭിചാരം ചെയ്യും. ഇവൻ മാത്രമാണ് ആ കൂട്ടത്തിൽ വ്യഭിചാരം ചെയ്യാത്ത ഒരാൾ, ബീർ കുടിക്കാത്ത ആൾ, കള്ളു കുടിക്കാത്ത ആൾ, മദ്യം കഴിക്കാത്ത, ഇതൊന്നും ചെയ്യില്ല. ഇവനെല്ലാവരും കൂടി കളിയാക്കും, വിമർശിക്കും, ഇങ്ങനെ കൂക്കി വിളിക്കും ഒക്കെ ചെയ്യും. പക്ഷെ ഇവനൊന്നും ചെയ്യില്ല. അവൻ പറയാ, ഞാൻ എൻ്റെ അമ്മയെ ഓർക്കും, അമ്മയാണ് വളരെ നല്ലൊരു അമ്മയാണ് അവനെ കൊണ്ടുവന്നിരിക്കുക എൻ്റെ അടുത്ത്. അപ്പോൾ അമ്മയെ ഓർക്കുമ്പോൾ അവന് ഈ പാപമൊന്നും ചെയ്യാൻ തോന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവരിക്കുകയാണ്. കണ്ടോ, പാപികളുടെ ഇടയിലാണെങ്കിലും അവൻ കുറ്റമറ്റൊരു ദൈവമകനായി അവൻ ജീവിക്കുകയാണ്. അതിന് ജീവിക്കാൻ പറ്റുമോ? അതല്ലേ യേശുവിൻ്റെ അനുഭവം. പാപികളുടെ ഇടയിലല്ല കിടന്നത്, നടന്നത്, ഭക്ഷണം കഴിച്ചത്, അല്ലെങ്കിൽ സംസാരിച്ചത്, എല്ലാ പാപ സാഹചര്യങ്ങളുണ്ട്. അതല്ലേ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 39-ാം അധ്യായത്തിൽ ജോസഫും പൊത്തിഫറിൻ്റെ ഭാര്യയും, പൊത്തിഫർ എന്ന് പറയുന്ന ആ സൈന്യാധിപൻ അല്ലെങ്കിൽ ആ സമ്പന്നൻ ഈ ജോസഫിനെ തൻ്റെ ഭവനത്തിൻ്റെ എല്ലാറ്റിൻ്റെയും മേലധികാരിയായി നിയമിച്ചു. എന്നാൽ പൊത്തിഫറിൻ്റെ ഭാര്യ, അവൾക്ക് ജോസഫിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ജോസഫ് വളരെ സുമുഖനായ ഒരു മനുഷ്യൻ. ജോസഫിനെ ആ വീടിൻ്റെ സൂപ്പർവൈസറായി ഈ പൊത്തിഫർ നിയമിച്ചപ്പോൾ വചനം ഇത് വയ്ക്കുകയാണ്, ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് ആ വീടിനെ അനുഗ്രഹിച്ചു. ഓർക്കണം, ജോസഫിനെ ഓർത്ത്, പൊത്തിഫറിനെ ഓർത്തിട്ടാണോ അനുഗ്രഹിച്ചതല്ല. പൊത്തിഫറിൻ്റെ ഭാര്യയെ ഓർത്തിട്ടാണോ ദൈവം ആ വീടിനെ അനുഗ്രഹിച്ചത്? അല്ല. നോക്കിയോ, ജോസഫിനെ ഓർത്ത്, ആ നീതിമാനായ മനുഷ്യനെ ഓർത്ത്. മനസ്സിലാക്കുക, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും രക്ഷപ്പെടും, നിൻ്റെ കുടുംബവും രക്ഷപ്പെടും. ഒരു വ്യക്തി വിശ്വസിച്ചാൽ മതി. ഒരു വ്യക്തി നല്ലതുണ്ടെങ്കിൽ ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കും. കണ്ടോ, അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ജോസഫിനെ ഓർത്ത് ദൈവം ആ വീടിനെ അനുഗ്രഹിച്ചത്? മറ്റൊരു 2 പേരും ഓർക്കാതിരുന്നതിൻ്റെ കാരണം എന്താ? 2 പേരും പാപികളാണ്. പൊത്തിഫറും പാപികളാണ്, ഒന്നാന്തരം പാപം ചെയ്യുന്നവരാണ്. ഈ സ്ത്രീയാണെങ്കിൽ, പൊത്തിഫറിൻ്റെ ഭാര്യയാണെങ്കിൽ ഒന്നാന്തരം വ്യഭിചാരം ചെയ്യുന്ന വ്യഭിചാര ദുർബുദ്ധമുള്ളൊരു മകളാണ്. കണ്ടോ, ഇവരെ ഓർത്തിട്ട് ആ വീടിനെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പറ്റില്ല. കാരണം അത്രയും പാപത്തിൽ അവർ ജീവിക്കണേ. പിന്നെ ഈ നീതിമാനായ ജോസഫിനെ ഓർത്തിട്ടാണ് ദൈവം ആ ഭവനത്തെ അനുഗ്രഹിക്കുക. അങ്ങനെ ഒരു ദിവസം ആ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഈ മകൾ വന്ന്, പൊത്തിഫറിൻ്റെ ഭാര്യ വന്ന് ഇവനെ കയറി പിടിക്കുകയാണ് ജോസഫിനെ. ജോസഫ് എന്ത് ചെയ്തു? വേലക്കാർ ആരും അകറ്റില്ലായിരുന്നു. അപ്പോൾ അവൾ അവൻ്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൂടെ ശയിക്കുക. മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്ന് പുറത്തു പോയി. കണ്ടോ, ജോസഫ് മേലങ്കിയൊക്കെ വിട്ട് ഓടുകയാണ്. അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ കൂടെ ശയിക്കാനോ അവളുടെ അടുത്ത് ഇരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല. കണ്ടോ, പാപികളുടെ ഇടയിലാണെങ്കിലും പാപമില്ലാത്തൊരു ജീവിതം നയിച്ച വ്യക്തിയാണ് ജോസഫ്. ജോസഫിന് അത്ര സുഖമായിട്ട് പാപം ചെയ്യായിരുന്നു. ജോസഫിനാണ് എല്ലാ അധികാരവും ആ വീട്ടിൽ. ജോസഫിന് എല്ലാ തരത്തിലുള്ള സാഹചര്യവും സന്ദർഭമൊക്കെ ഉണ്ട്. ആ വീട്ടിലെ ആർഭാട ജീവിതമോ, ആ വീട്ടിൽ അവന് കിട്ടിയ അധികാരമോ അവൻ ഒരിക്കലും ലൈംഗിക ജീവിതത്തിലേക്കോ മറ്റു പാപ ജീവിതത്തിലേക്കോ അവനെ നയിച്ചില്ല. ഒന്ന് ശ്രദ്ധിച്ചേ, ആ വീട്ടിലെ ആർഭാട ജീവിതം, അത്രയും സമ്പന്നമായ ബംഗ്ലാവ് പോലത്തെ വീട്, എല്ലാ സൗകര്യമുണ്ട്, എല്ലാ അധികാരമുണ്ട് എന്ന് ചോദിച്ചിട്ട് എപ്പോഴെങ്കിലും അവൻ ആർഭാട ജീവിതത്തിലേക്ക് പോയോ? ഇല്ല. എപ്പോഴെങ്കിലും അവൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തോ? ഇല്ല. എപ്പോഴെങ്കിലും അവൻ്റെ ജീവിതം ലൗകിക ജീവിതത്തിലേക്ക് പോയോ? ഇല്ല. ഈ ലോക ചടസുഖമോളിലേക്ക് മുഴുകിപ്പോയോ? ഇല്ല. ജോസഫ് ഈ ലോകത്തിലാണെങ്കിലും പാപികളുടെ മധ്യത്തിൽ, പൊത്തിഫറിൻ്റെ ഭാര്യയുടെയും വ്യഭിചാര ദുർബോധം ചെയ്യുന്ന വ്യക്തികളുടെ മധ്യത്തിലാണെങ്കിലും അവനൊരു കുറ്റമറ്റ ദൈവമകനായി വഴി പിഴച്ചതും വക്രതയുള്ള ഒരു ലോകത്തിൽ അവൻ വെളിച്ചമായി പ്രകാശിക്കുകയാണ്. ഉണ്ടോ? അതല്ലേ പറയുക, ജോസഫിന് എന്തുമാത്രം ദൈവം വളർത്തിയല്ലേ. വചനം പഠിപ്പിക്കുകയാണ്, പ്രഭാഷകൻ 31:10, പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ട് അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ട് അത് ചെയ്യാത്തവനും ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും, സമൂഹം അവൻ്റെ ഔദാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും. കണ്ടോ, വചനം പറയുന്നു നോക്കിയേ, പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും, സമൂഹം അവൻ്റെ ഔദാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും. ജോസഫ് അങ്ങനെയായിരുന്നു. അതുകൊണ്ടല്ലേ ജോസഫ് എവിടെയൊക്കെ പോയി അവിടെയൊക്കെ കർത്താവ്
അത് കാരണം ഇതാണ്, അവൻ ഈ ലോകത്തിൽ കുറ്റമറ്റ ദൈവമകനായി, ലോകത്തിനാണെങ്കിലും ലോകത്തിൻ്റെതല്ലാത്ത ഒരു ജീവിതമാണ് ജോസഫ് നയിച്ചത്. ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ലാത്ത ജീവിതമാണ് വിശുദ്ധ മറിയം ത്രേസ്യ നയിച്ചത്. ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ലാത്തൊരു ജീവിതമാണ് ആര് നയിച്ചത്? വിശുദ്ധ അൽഫോൺസാമ്മ നയിച്ചത്. കണ്ടോ, ലോകത്തിലാണെങ്കിൽ ലോകത്തിൻ്റെതല്ലാത്ത ജീവിതമാണ് വിശുദ്ധരെല്ലാവരും നയിച്ചത്. മനസ്സിലായോ? ആരെയും കുറ്റപ്പെടുത്തല്ല. അവർ കാരണമാണ് ഞാൻ അങ്ങനെയായി പോയത്. എൻ്റെ അപ്പനും അമ്മയും കുടിക്കുന്നത് കൊണ്ട് ഞാനും കുടിച്ചു, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ പ്രേമിച്ച് ഓടിപ്പോയത്. അങ്ങനെ കുറ്റപ്പെടുത്താണോ ചെയ്തത്? അല്ല. വിശുദ്ധ അൽഫോൺസമ്മ എന്താ ചെയ്തത്? വിശുദ്ധ അൽഫോൺസമ്മ ജനിച്ച് 37-ാമത്തെ ദിവസം അമ്മ മരിച്ചു. പിന്നെ ജീവിക്കുന്നത് അമ്മയുടെ ചേച്ചിയുടെ കൂടെയാണ് ജീവിക്കുന്നത്. അത് വളരെ കാർക്കശ്യമുള്ളൊരു സ്ത്രീയായിരുന്നു അമ്മയുടെ ചേച്ചി. അപ്പൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു, അമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ടു, മുലപ്പാൽ പോലും കിട്ടാതെ വിഷമിച്ച് അതുപോലെ ഒരാളുടെയും സ്നേഹം കിട്ടാതെ വളർന്ന കുട്ടിയാണ് വിശുദ്ധ അൽഫോൺസമ്മ എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ ഒരാളുടെയും സ്നേഹം കിട്ടാതെ ഇതുപോലെ കാർക്കശ്യമുള്ള ഒരു വ്യക്തിയുടെ പരിചരണത്തിൽ വളർന്ന ഒരു വ്യക്തിക്ക് പലതരത്തിലുള്ള വ്യക്തി വൈകല്യം വരുമെന്ന് സൈക്കോളജി പഠിപ്പിക്കുന്നുണ്ട്. പലതരത്തിലുള്ള വ്യക്തിയിൽ ആന്തരിക മുറിവുകൾ, മിക്കതും അങ്ങനെയുള്ള കുട്ടികളൊക്കെ അപ്പൻ്റെ അമ്മേൻ്റെ സ്നേഹം കിട്ടാത്ത മക്കളൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛാ ഞാനിങ്ങനെ പ്രേമിച്ച് ഓടിപ്പോകാനും ചാടിപ്പോകാനൊക്കെ കാരണം, അന്യമാസത്തിൻ്റെ കൂടെയൊക്കെ പോകാനുള്ള കാരണം എന്താണെന്നറിയോ? എൻ്റെ അപ്പനും അമ്മേനെ സ്നേഹിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അത്രയെന്ന് ചിലരൊക്കെ ന്യായവാദം പറയാണ്ട്. അങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമോ? മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ നമ്മൾ ചെയ്ത പാപങ്ങൾക്ക്? അതല്ല പറയുന്നത്. ഞാൻ പാപം ചെയ്യാൻ കാരണം എൻ്റെ കൂട്ടത്തിലുള്ള ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരും പാപികളായതുകൊണ്ട് ഞാൻ അങ്ങനെ പാപം ചെയ്തു, അതാണോ? അല്ല. നീ പാപത്തിലാണ്, അല്ലെങ്കിൽ പാപികളുടെ ഇടയിലാണെങ്കിലും കുറ്റമറ്റ ദൈവമകനായി മകളായി ജീവിക്കാൻ നിനക്ക് പറ്റണം. അതാണ് കർത്താവ് നമുക്ക് തരുന്ന സന്ദേശവും കർത്താവ് തരുന്ന ജീവിത മാതൃകയും. ഹല്ലേലൂയ. നോക്കുക, വിശുദ്ധ അൽഫോൺസമ്മയിൽ അസാധാരണമായ ശാന്തത, അസാധാരണമായ ദൈവസ്നേഹം, അസാധാരണമായ മനുഷ്യസ്നേഹം, അസാധാരണമായ പ്രസന്നത, മുഖം. കണ്ടോ? ഇതെങ്ങനെ ഈ മകൾക്ക് കിട്ടി? ഒരു സാധാരണ രീതിയിൽ ഇത് കിട്ടോ? കാരണം ഇവൾക്ക് ഇതൊന്നും വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടി ഇവൾക്കിത്? കുറ്റമറ്റ ദൈവമകനായി മകളായി ഈ ലോകത്തിലാണെങ്കിലും പാപികളുടെ ഇടയിലാണെങ്കിലും ജീവിക്കാൻ നമുക്ക് പറ്റുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ വചനത്തിൽ നമുക്ക് വിശ്വസിക്കുക. ഈ വചനം പറഞ്ഞപ്പോൾ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ ഫിലിപ്പി 2:13 വഴി പിഴച്ചതും വക്രതയുള്ളവരുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമകനായി മകളായി ജീവിക്കാനുള്ള കൃപ തരണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസിൻ്റെ അനുഭവം കൂടി അച്ഛൻ പറയാം. വിശുദ്ധ അന്തോണീസ് ആത്മീയ ജീവിതത്തെ പറയുക, അത് ഒരു വഞ്ചിയാണെന്നാണ് പറയുക. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു വഞ്ചിക്ക് തുല്യമാണ് ആത്മീയ മനുഷ്യനെന്ന് പാതുവായിൽ വിശുദ്ധ അന്തോണീസ് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു വഞ്ചിയുടെ പ്രത്യേകത എന്താണ്? ഒരു വഞ്ചിയുടെ പ്രത്യേകത, അത് വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ പൊന്തിക്കിടക്കും. വെള്ളം എത്ര ഉയർന്നോ അതിൻ്റെ മേലെയായിരിക്കും വഞ്ചി. എപ്പോഴെങ്കിലും വഞ്ചി വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് താന്നു പോവോ? ഇല്ല. വെള്ളത്തിൻ്റെ അടിയിലല്ല വഞ്ചി കിടക്കുക. എത്ര വെള്ളം പൊങ്ങി വന്നാലും വഞ്ചി അതിൻ്റെ മേലെ ആയിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ നോഹയുടെ പെട്ടകത്തെ പറ്റി പറയുക. ആത്മീയ മനുഷ്യൻ്റെ പ്രതീകമാണ് നോഹയുടെ പെട്ടകം. എന്താണ് നോഹയുടെ പെട്ടകത്തിൻ്റെ പ്രത്യേകത? ഈ ഭൂമി ഒരു തിന്മയുടെ പാപത്തിൻ്റെ ഒരു തടാകമാണ് ഈ ഭൂമി. ഈ ലോകം എന്ന് വെച്ചാൽ പാപത്തിൻ്റെ ഒരു തടാകമാണെന്ന് വിശുദ്ധ അന്തോണീസ് പറയുകയാണ്. ഈ പാപത്തിൻ്റെ തടാകമായ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ലോകത്തിൽ അനുദിനം ഈ തിന്മ പെരുകിക്കൊണ്ടിരിക്കുക. ജഡികാസക്തി, ദ്രവ്യാസക്തി, ഗോപാസക്തി, ഭക്ഷണാസക്തി, സ്വയംഭോഗ, നമ്മുടെ എല്ലാ ജഡിക പാപങ്ങളും, അതെല്ലാം മൂലപാപങ്ങളും, എല്ലാ തരത്തിലുള്ള അശുദ്ധിയും, ഓരോ സെറ്റായ ബന്ധങ്ങളും സ്നേഹങ്ങളും രീതികളും പോക്കുകളും കളവും ചതിയും എല്ലാം അനുദിനം ഈ ലോകത്ത് തിന്മ വർദ്ധിക്കുകയാണ്. ഈ തിന്മ വർദ്ധിക്കുമ്പോൾ ആത്മീയ മനുഷ്യൻ്റെ പ്രതീകമായ നോഹയുടെ പെട്ടകം അതുക്കും മീതെ, നമ്മൾ പറയില്ലേ, ഈ വെള്ളത്തിന് മീതെ, ഈ തിന്മയാകുന്ന ജലാശയത്തിന് മീതെ ഒഴുകി നടക്കുകയാണ്. ഇത് തിന്മയിൽ മുങ്ങിപ്പോകുന്നുണ്ടോ ഈ നോഹയുടെ പെട്ടകം? ഇല്ല. ഇനിയും തിന്മ വർദ്ധിക്കും. ഈ ഓരോ ദിവസവും തിന്മ വർദ്ധിക്കുകയാണ്. അതല്ലേ, ഓരോ ദിവസം മഴ പെയ്തപ്പോൾ ഇങ്ങനെ തിന്മ വെള്ളം വർദ്ധിച്ചു എന്ന് പറയുന്നുണ്ട്. വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് തിന്മയാണ്. ഈ തിന്മ ഇങ്ങനെ ഓരോ ദിവസവും വർദ്ധിച്ചു വരുമ്പോൾ ആത്മീയ മനുഷ്യൻ്റെ പ്രതീകമായ നോഹയുടെ പെട്ടകം എവിടെയാണ്? ഈ വെള്ളത്തിൻ്റെ മീതെ, ഈ ജലത്തിൻ്റെ ഉപരിതലത്തിൽ അതിങ്ങനെ സുഖമായിട്ട് ഒഴുകി നടക്കുകയാണ്. കണ്ടോ? ഇതാണ് പറയുക, ഈ ലോകത്തിൻ്റേതാണെങ്കിലും ലോകത്തിൻ്റേതല്ലാത്ത ഒരു ജീവിതം നയിക്കുക. ഫിലിപ്പി 2:13 ഒരിക്കൽ കൂടി അച്ഛൻ വായിക്കാം. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ദൈവമാണ്. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കം കൂടാതെ ചെയ്യുവിൻ.
അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴി പിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവരുടെ മധ്യത്തിൽ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റുന്നതുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമ്മളെ സ്തുതിക്കുകയാണ്, നമ്മൾ ആരാധനയ്ക്ക് ഒരുക്കുകയാണ്. കുറ്റമറ്റ ദൈവമക്കളായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെ അല്ലാത്തൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പോരാ 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 പോരാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ എല്ലാ പരീക്ഷകളിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. നമ്മെ പോലെ എല്ലാ കാര്യങ്ങളും പരീക്ഷിക്കപ്പെട്ടവനാണ് ഈശോ. ഈ ഒരു ബോധ്യത്തോടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. പാപമൊഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളിലും അവൻ നമുക്ക് തുല്യനായി തീർന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കുക. നമുക്കൊരു പരീക്ഷയോ നമുക്കൊരു പരീക്ഷണങ്ങളോ നമുക്കൊരു ലൈംഗിക പ്രലോഭനങ്ങളോ നമുക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങളോ വരുമ്പോൾ നമ്മൾ ഓടി ചെല്ലേണ്ടത് ഈ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കുക. വിശുദ്ധ കുരിശിലേക്ക് നോക്കുക. കുരിശിൽ കൃപയുടെ പൂർണ്ണതയുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കുരിശിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. കാരണം അവൻ പരിപൂർണ ദൈവം മാത്രമല്ല, പരിപൂർണ മനുഷ്യനും കൂടിയാണ്. യേശു ഒരു പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമാണെന്നുള്ള ബോധ്യത്തോടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. നിന്റെ എല്ലാ വേദനകളും വിഷമങ്ങളും ഈശോയ്ക്ക് അറിയാം. നിന്നെ പോലെ തന്നെ വേദന അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. നിന്റെ മനസ്സിന്റെ വേദന ഈശോയ്ക്ക് അറിയാം. നിന്റെ ശരീരത്തിന്റെ വേദന ഈശോയ്ക്ക് അറിയാം. നിന്റെ കുടുംബ പ്രശ്നങ്ങൾ ഈശോയ്ക്ക് അറിയാം. ഈശോയ്ക്ക് അറിയാത്തതൊന്നുമില്ല. ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. ഈ ലോകത്തിലേതാണെങ്കിലും ഈ ലോകത്തിൻ്റെതല്ലാത്തൊരു ജീവിതം നയിക്കാൻ ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമേ കർത്താവേ. ലോകത്തിൽ നിന്ന് എടുക്കണമല്ല, ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വഴി പിഴച്ചത് വക്രതയുള്ള ഒരു ലോകത്തില് കുറ്റമറ്റ ദൈവമകനായി മകളായി ജീവിക്കാനുള്ള കൃപ തരണമേ. തീരുമാനം എടുക്കുക. എതിർക്കുന്നവരോട് സൗമ്യതയോടെ പെരുമാറാൻ തീരുമാനം എടുക്കുക. നീ താമസിക്കുന്ന സാഹചര്യങ്ങളെല്ലാം പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളായിരിക്കാം. എന്നാൽ അവിടെയെല്ലാം ലോകത്തിൽ പ്രകാശമായി യേശുവിന്റെ പ്രകാശമായി ജീവിക്കാനുള്ള അഭിഷേകം ലഭിക്കാൻ വേണ്ടി കരം ഉയർത്തി 3 പ്രാവശ്യം ആത്മാവേ പരിശുദ്ധാത്മാവേ സഹായിക്കണേ എന്ന് പറഞ്ഞ് ആത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ